ഹലോ നമസ്കാരം. കുട്ടികളുടെ ബ്രെയിനിനെ പാരൻസിന് ശരിക്കും ഡയറക്റ്റ്ലി ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ന്യൂറോ സയൻസ് പറയുന്നത് കുട്ടികളുടെ ബ്രെയിനിനെ ചെറുപ്പം മുതൽ ഡയറക്റ്റ്ലി ഷേപ്പ് ചെയ്യാൻ പാരൻസിന് കഴിവുണ്ടെന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസസ് കൂടെയാണ് അവരത് ഷേപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടീനെ അടിക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടീനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ന്യൂറൽ പാത്ത് വേ ഉണ്ടാവുകയും അവിടെ അവരുടെ ആ ബ്രെയിനിൽ ഒരു വയറിങ് നടക്കുകയും അത് പിന്നെ കണക്റ്റ് ആകും. അവന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ത്രെട്ടണിങ് ആയിട്ടുള്ള, അൺസേഫ് ആയിട്ടുള്ള, ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് കാരണം അവൻ അവിടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവൻ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് അവൻ പിന്നീട് അങ്ങോട്ട് സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകുന്ന ഒരു കുട്ടിയായിട്ട് മാറാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കൂടുതൽ നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ബ്രെയിൻ ആ വേറൊരു രീതിയിലാണ് അവിടെ വയർ ചെയ്യപ്പെടുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ മോൾഡബിൾ. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ് ആസ് വെൽ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ശരിക്കും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസസ്, നമ്മൾ എന്ത് എക്സ്പീരിയൻസസ് ആണോ കൊടുക്കുന്നത് ആ ബേസിലാണ് നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ആക്ച്വലി മോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ചില ഭാഗങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. നമ്മൾ അറിയാതെ ആയിരിക്കും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയില്ല എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടുകൾ അണ്ടർ ഡെവലപ്ഡ് ആയി പോവുകയും അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാത്തിടത്തോളം കാലം അത് അവസാനം അവിടെ ഡൈ ആയി പോകാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ മോൾഡബിൾ ആണ്. നമുക്കത് വീണ്ടും റീവെയർ ചെയ്ത് നമുക്ക് വീണ്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻട്രാക്ഷൻസും അവരുടെ ഓരോ എക്സ്പീരിയൻസസ് ആണ്. ആ ഓരോ എക്സ്പീരിയൻസസും അവരുടെ പുതിയ ലേണിംഗ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻട്രാക്ഷൻസ് എപ്പോഴും മൈൻഡ്ഫുൾ ആവാൻ നോക്കുക, കോൺഷ്യസ് ആവാൻ നോക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദറ്റ് ഡസൻറ്റ് മീൻ ലൈക്ക് യു ഹാവ് ടു ബി പെർഫെക്റ്റ് പാരൻറ്റ്. അങ്ങനൊരു സംഭവമേ ഇല്ല. അപ്പം നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ മോൾഡ് ചെയ്തെടുക്കാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുമായിട്ടുള്ള ബിഗ് കോൺട്രിബ്യൂഷൻ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നതെന്നുള്ള ഒരു റിമൈൻഡർ എപ്പോഴും നമ്മളിങ്ങനെ ഓണാക്കി വെക്കുക. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക.